ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവര് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് SIT അന്വേഷിക്കും. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ്. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിന് SIT ഒരുങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം അടുത്ത ബന്ധമുള്ള ആളുകളുമായുള്ള സാമ്പത്തിക ഇടപാടുകളും തന്ത്രിയുടെ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ വിവിധയിടങ്ങളിൽ പരിശോധനയ്ക്കും സാധ്യതയുണ്ട്. തന്ത്രി വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് തന്ത്രിക്കെതിരെയുള്ളത്. ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. കട്ടിളപ്പാൾ ഇളക്കിയത് അനുമതിയോടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ തന്ത്രി എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡിലായ തന്ത്രി നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണുള്ളത്. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. മീഡിയ 1 തിരുവനന്തപുരം.